സൂപ്പർ ലീഗ് ഡൗൺ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ കേരള സൂപ്പർ ലീഗിൽ നിന്ന് കത്താൻ തന്നെയാണ് സാധ്യത. കാരണം പുതിയ കുറെ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ജപ്പാനീസ് മാതൃകയിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് സിസ്റ്റമാണ്. അത് കൂടാതെ രണ്ട് പുതിയ ടീമുകൾ വരുന്നുണ്ട്. കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നുമാണ് ടീമുകൾ SLKയിലേക്ക് വരുന്നത്. ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ റെഗുലർ ടൈമിൽ ടീം ജയിക്കുകയാണെങ്കിൽ അവർക്ക് 3 പോയിന്റ്. ഇനി സമനിലയാണെങ്കിൽ ടൈ ബ്രേക്കർ ഉണ്ടായിരിക്കും. ഒരു മത്സരം സമനിലയാണെങ്കിൽ ടൈ ബ്രേക്കർ ഉണ്ടായിരിക്കും. ആ ടൈ ബ്രേക്കറിൽ കൂടി വിജയിക്കുന്ന ടീമിന് 2 പോയിന്റും ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുന്ന ടീമിന് 1 പോയിന്റ്. കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ജപ്പാനിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള ലീഗ് ഫ്ലോട്ടിംഗ് പോയിന്റ് ടേബിൾ സിസ്റ്റം ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരം സമനിലയിൽ അവസാനിക്കുകയാണെങ്കിൽ അവിടെ പോയിന്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 1-1 എന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെയൊക്കെ ഉള്ളത്. അവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അത് ടൈ ബ്രേക്കർ ആയിട്ട് നടത്തും. അവിടെ ടൈ ബ്രേക്കറിൽ വിജയിക്കുന്ന ടീമിന് 2 പോയിന്റും തോക്കുന്ന ടീമിന് 1 പോയിന്റും. അല്ലാതെ റെഗുലർ ടൈമിൽ ഒരു ടീം ഒരു മത്സരം ജയിക്കുകയാണെങ്കിൽ 3 പോയിന്റ്, റെഗുലർ ടൈമിൽ ഒരു ടീം പരാജയപ്പെടുകയാണെങ്കിൽ 0 പോയിന്റ്. ഇതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് സിസ്റ്റം. ഇത് ലീഗിനെ കുറച്ചുകൂടി ആവേശകരമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാൽ ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച നിരവധി താരങ്ങളെ എല്ലാ ടീമുകളും കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ISLനെക്കാട്ടി കുറച്ചുകൂടി ഇടിമുഴക്കം സൃഷ്ടിക്കാൻ ഇത്തവണ സൂപ്പർ ലീഗ് കേരളയ്ക്ക് സാധ്യതയുണ്ടെന്ന് അർത്ഥം.